തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. തീരദേശ മേഖലയിലടക്കം 3 ദിവസമായി കുടിവെള്ളം ലഭിച്ചിട്ടില്ല. റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി അറ്റകുറ്റപ്പണികൾ നടക്കുന്നതാണ് ജലവിതരണം മുടങ്ങാൻ കാരണം. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച യോഗം ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരും. തീരദേശ മേഖലയായ പൂന്തുറയിൽ നിന്ന് സുനിഷ അയ്യല്ലൂർ ചേരുന്നു. സുനിഷ, വെള്ളമില്ലാത്ത അവസ്ഥ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് ആ മനുഷ്യരെയെല്ലാം കൊണ്ടുപോയിരിക്കുകയല്ലേ? പകരം സംവിധാനം എന്തെങ്കിലും ഒരുങ്ങിയോ? സുജയ, തീർച്ചയായും അത് തന്നെയാണ്. കുടിവെള്ളത്തിനായി സമരം ചെയ്യുന്നവരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പൂന്തുറയിൽ നിന്നാണ് സുനിഷ വിവരങ്ങൾ നൽകുന്നത്. കുടിവെള്ളത്തിനായി സമരം ചെയ്യുകയാണ്. വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നത് തന്നെയാണ്. നേരത്തെ തന്നെ റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ സാങ്കേതിക തടസ്സമുണ്ടാകുന്നുണ്ട്. റെയിൽപാതയുടെ അറ്റകുറ്റപ്പണി മൂലം തീരദേശത്തും കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണ്. സുനിഷ, തുടരാം. സുജയ, നിലവിൽ ഇതാ പൂന്തുറ ഭാഗത്തു നിന്നും പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇവർ കുടിവെള്ളത്തിന്. ചേട്ടാ, എത്ര ദിവസമായി ഇപ്പൊ വെള്ളം കിട്ടാൻ? കിട്ടാതെ 4 ദിവസമായി. 4 ദിവസം കൊണ്ട് വെള്ളമില്ല. അറിയിച്ചിരുന്നു ഇങ്ങനെ ഒരു പണി നടക്കും, ഒരു ദിവസം വെള്ളം മുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം 4 ദിവസം കൊണ്ട് ഇവിടെ വെള്ളമില്ല. ഇവിടെ മൊത്തം പ്രതിഷേധമാണ്. ഇവിടെ ഒരുപാട് രോഗികളുണ്ട്. അപ്പോൾ അവർക്ക് മരുന്ന് കഴിക്കാൻ പോലും പറ്റുന്നില്ല ആ അവസ്ഥയിൽ. ഇപ്പോൾ ഇവിടെ നാട് മൊത്തം പ്രതിഷേധത്തിലാണ്. പക്ഷെ ഞങ്ങളുടെ തൊട്ടടുത്ത വാർഡിൽ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇതുവരെ ഒരു ടാങ്കർ ലോറിയാണ് ഇവിടെ വന്നത്. നിലവിൽ ഇപ്പോൾ കുടിവെള്ളത്തിനൊപ്പം എങ്ങനെയാണ് വെള്ളം എത്തിക്കുന്നത്? ഞങ്ങളിപ്പോൾ കടകളിൽ പോയി 10 രൂപ 20 രൂപയ്ക്കൊക്കെ വെള്ളം ഉണ്ടല്ലോ, ആ കുപ്പി വെള്ളം കൊണ്ടുവന്നാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആഹാരം കഴിക്കാൻ പോലും വെള്ളമില്ല. ആഹാരം വയ്ക്കുന്നില്ല വീടുകളിൽ. സുജയ, ഇതാണ് നിലവിലത്തെ സ്ഥിതി. പൂന്തുറ ഭാഗത്ത് മാത്രം നോക്കിയാൽ പോലും 4000-ലധികം വീടുകളുള്ള സ്ഥലമാണ്. ഇവിടെയാണ് ഇപ്പോൾ വെള്ളം കിട്ടാത്ത സ്ഥിതി ഉള്ളത് എന്നതാണ്. ഇവർ ഇപ്പോൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഈ മിനറൽ വാട്ടറാണ്. അത്തരത്തിൽ 10ഉം 20ഉം രൂപ നൽകി ഈ മിനറൽ വാട്ടറാണ് പലപ്പോഴും വാങ്ങുന്നത്. പലപ്പോഴും ഈ ഭക്ഷണം പാകം ചെയ്യാൻ പോലും പാകത്തിന് വെള്ളമില്ലാത്തതിനാൽ പലപ്പോഴും ഹോട്ടലുകളിൽ പോയി വെള്ളം വാങ്ങുന്നൊരു സ്ഥിതിയിലേക്കാണ്. അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി നേരിട്ടതിന് പിന്നാലെയാണ് 3 ദിവസമായി ഇതാണ് സ്ഥിതി. ആദ്യം ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു എന്നതല്ലാതെ അതിന് പിന്നീട് വെള്ളം മുടങ്ങുമെന്നൊരു അറിയിപ്പ് നൽകിയിരുന്നില്ല. പക്ഷേ 3 ദിവസമായി നിലവിൽ വെള്ളം കിട്ടാത്ത സ്ഥിതിയാണ്. അതിനാലാണ് ഇവർ ഇത്തരത്തിലൊരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് തന്നെ കടക്കുകയും ചെയ്തത്. ചേട്ടാ, ഇന്ന് മിനിസ്റ്റർ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പ്രതീക്ഷയുണ്ടോ? യാതൊരു പ്രതീക്ഷയും ഉണ്ടാകുന്ന തരത്തിലാണ് നമ്മൾ സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി കുടിവെള്ളമില്ലാത്ത 20,000-ഓളം ജനങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് നഗരസഭയിൽ നിന്നും ഒരു ടാങ്കർ ലോറിയാണ് വന്നത്. കിടപ്പ് രോഗികൾ, കുഞ്ഞുങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. ഒരു മനസ്സാക്ഷിയില്ലാത്ത ഒരു നഗരസഭയായിപ്പോയി. വിവരങ്ങൾ നൽകിയത്. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മന്ത്രി വിളിച്ച യോഗം 2 മണിക്ക് ചേരും. തീരദേശ മേഖലയടക്കം വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്.